അച്ഛൻ്റെ പൈസ ചിലവാക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു സന്തോഷമാണ്. അച്ഛൻ വിറ്റ ലോട്ടറിക്ക് പ്രൈസ് അടിച്ചു. അപ്പോൾ അതിന്റെ കമ്മീഷൻ വാങ്ങിക്കാൻ വളഞ്ഞമ്പലത്തുള്ള ഒരു ലോട്ടറി കടയിൽ പോയതായിരുന്നു ഞാൻ. 600 rupees നോക്കിയപ്പോൾ ദേണ്ടടാ സ്റ്റുഡിയോ. അച്ഛന്റെ പൈസ എന്ന് പറഞ്ഞാൽ ആരുടെ പൈസ? അച്ഛൻ്റെ ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ കുറേ ഡ്രസ്സ് നോക്കി. ആർക്ക് വേണ്ടി? ഫോർ മീ. ഡ്രസ്സിന്റെ എല്ലാം കാര്യത്തിൽ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് താഴത്തെ ഫ്ലോറിന് എടുത്ത് നോക്കി 2 ഡ്രസ്സും അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ട് വെച്ചു. സ്റ്റുഡിയോ ഇപ്പൊ പഴയ പോലെ ഓഫർ തരുന്നില്ലല്ലേ. പിന്നെ ഒന്നും വാങ്ങാണ്ട് പോയ അച്ഛന് വിഷമം. അതുകൊണ്ട് ആ മോളത്തെ നിലയിൽ പോയിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ അവർ അടിപൊളി ഡ്രസ്സെല്ലാം വെക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ വീഴില്ല. കണ്ടല്ലോ, വീഴാൻ പോകുന്ന മനസ്സിനോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്ക് വേണമെങ്കിൽ എഴുതിയെടുത്തു. ഞാൻ ഇപ്പൊ പറയാം, ഇത് ഇടാൻ പറ്റിയ ഒക്കേഷൻ ഒന്നും തന്നെ നമുക്കിപ്പോൾ ഇല്ല. പിന്നെ എപ്പെങ്കിലും ഇടാന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? പക്ഷെ ഈ കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വൈറ്റ് എനിക്ക് ഇഷ്ടമാണ്. അത്ര ഫേവറേറ്റ് കളർ അല്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. സോ അതെടുക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കണല്ലോ വന്ന സ്ഥിതിക്ക്, അല്ലെങ്കിൽ അച്ഛന് വിഷമാവില്ല. അതുകൊണ്ട് മാത്രം ഞാൻ അത് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ് ഇതും. റീസെന്റ് ഞാൻ വർക്കിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എടുക്കാനും അടുത്ത ട്രിപ്പിന് പോകുമ്പോൾ നിന്നെ എടുത്തോളാടാന്ന് പറഞ്ഞിട്ട് അതും അവിടെ നോവും വെച്ചു. എന്താണെന്നറിയില്ല, എല്ലാ ഡ്രസ്സും എനിക്ക് ചേരും. എന്ത് ചെയ്യാനാ? സ്റ്റുഡിയോ പോലെ മിററും ലൈറ്റും എൻ്റെ മോനെ. അങ്ങനെ അച്ഛനൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ ആ കുർത്ത എനിക്ക് വേണ്ടി വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി. ഐ മീൻ ഹോസ്റ്റൽ.